ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. എല്ലാവരും ഇന്ന് അടിച്ചു പൊളിച്ച് ഈസ്റ്ററൊക്കെ ആഘോഷിച്ച ഞാനിന്ന് എൻ്റെ ഈസ്റ്റർ ദിന ആഘോഷം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇന്ന് രാവിലെ എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി രാവിലെ അതൊക്കെ കഴിച്ച് അന്നേരം ഞാൻ വിചാരിച്ച് ഇന്ന് കുക്കിംഗ് ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അവിടെ ഫുഡൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ അമ്പലവുമായിട്ട് നല്ല ബന്ധമാണ്. ഞങ്ങൾ പോകും. അമ്പലമായിട്ട് നല്ല ഇതാണ്. അപ്പോൾ ശിവ ഭഗവാന്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഫുഡ് 2-3 ദിവസം കൂടെ ഉണ്ട് ഉത്സവം. 2 ദിവസം കൂടെ കാണും. അപ്പം അന്നേരം തൊട്ടടുത്തുള്ള അമ്പലം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കിന്ന് അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:30-1 മണിയായപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. അവിടെ ചെന്ന് വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ചെന്ന് നിന്ന് നല്ല സ്റ്റേജ് അല്ല, നമുക്ക് നിൽക്കാനായിട്ടുള്ള നല്ല ഒരു ഇതൊക്കെ സ്റ്റേജ് പോലെ തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് നിന്ന് ഈ വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. പെട്ടെന്ന് തന്നെ ക്യൂ ഒന്നും വലുതായിട്ടൊന്നുമില്ല. നമുക്ക് ചോറ് വാങ്ങി കഴിക്കാം. നല്ല വെർമിസെല്ലി പായസം, നല്ല സാമ്പാർ, നല്ല തീയൽ, എല്ലാം നല്ല സൂഫിഷമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെ എനിക്ക് അമ്പലത്തിൽ നിന്ന് ചോറ് തിന്നണമെന്ന്, ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോഴെൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാവരും ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചപ്പോൾ ഞാൻ ഞങ്ങളുടെ ആ തൊട്ടടുത്ത അമ്പലത്തിൽ അവിടെ പോയി ഈസ്റ്റർ ആഘോഷിച്ച് ഫുഡെല്ലാം കഴിച്ച് അപ്പോഴന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ഈസ്റ്ററൊക്കെ അല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, മീനും ഒന്നുമില്ല, കറി വയ്ക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് നമുക്കൊരു കോഴിയൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന്. അങ്ങനെ ഞാൻ കോഴിക്കടയിൽ കയറി. അവിടെ നല്ല തിരക്കൊക്കെ കുറവാണ്. ഒരുപാട് കോഴികളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ഇടുന്നുണ്ട്. ഏതെങ്കിലും കടയിലേക്കായിരിക്കും. അവർക്ക് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ മുമ്പ് കോഴിക്കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു. അത് പുതിയ ഫോണല്ല, പഴയ ഫോണിൽ നിന്നാണ് ഇട്ടത്. അത്രയ്ക്ക് ഒന്നും ശരിയായില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ചിക്കൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങ് ഫ്രിഡ്ജിൽ 2 പാത്രത്തിലാക്കി അങ്ങ് വെച്ച്, എന്നിട്ട് നാളത്തേനെടുക്കാനുള്ളത് ഫ്രീസറിലും വെച്ച്, ഇതിപ്പോൾ അങ്ങോട്ട് എടുക്കാനായതുകൊണ്ട് എല്ലാം കഴുകി ഇങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ച്. അന്നേരം ഇത് ഈവനിങ്ങിൽ രാത്രി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഉപയോഗിക്കാം. നല്ല ചൂടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അത് ചീത്തയാവും. ചിക്കൻ കറിയൊന്നും ഇരിക്കത്തില്ല, വയറിനും അസുഖം വരും പഴയ ചിക്കൻ കറിയൊക്കെ ഉപയോഗിച്ചാൽ. അതുകൊണ്ട് രാത്രി നല്ല ഫ്രഷായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഇപ്പം അന്നേരം രാത്രി എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പോഴും ഞാൻ വിചാരിച്ച് ചോറും അവിയലും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചോറ് ഇപ്പോൾ എല്ലാവർക്കും ഗ്യാസിന് ഭയങ്കര പ്രിയമല്ലേ, ഗ്യാസൊക്കെ തീർന്ന് കിട്ടാനും ഒക്കെ ഇതായത് കാരണം ഇഷ്ടം പോലെ ചുള്ളിയും എല്ലാം കിടക്കുന്നു. അങ്ങനെ ഞാൻ വെളിയിലത്തെ അടുപ്പിൽ ചോറും വെച്ച് അവിയലും വെച്ച് ദാണ്ട ഇപ്പോൾ ചിക്കൻ കറി അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂട്ടുകാരെ അത് കാണിക്കാം. കിടിലൻ ചിക്കൻ കറി ഇതാ അങ്ങനെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് കഴിക്കണം. ഇത് ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരെയും ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഇതിൻ്റെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ കിടിലൻ ചിക്കൻ കറി ഇതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡ് കുറച്ച് കഴിഞ്ഞ് കഴിക്കണം. അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് 2-3-4 ദിവസമായി. നമുക്കിത് തുടങ്ങിപ്പോയത് കൊണ്ട് നിർത്താനും വയ്യ, ഇടാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ്. ഹലോ ചങ്കുകളെ, അങ്ങനെ എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനി അത് ഉടനെ ചൂടോടെ തന്നെ കഴിക്കാം. എൻ്റെ ഈസ്റ്റർ ഇന്ന് ഇതായിരുന്നു. ഞാൻ ബീച്ചിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്നെ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് വൈകുന്നേരം ആയപ്പം പിന്നെ നിനക്ക് ഇനി ഇവിടെ അടുക്കള പണിയില്ലേന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച്. അത് മാത്രവുമല്ല, ഇന്ന് മുനീശ്വരൻ കോവിലിൽ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് മുനീശ്വരൻ കോവിലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ കറിയൊക്കെ വെച്ച് ബീച്ചിൽ പോക്കെല്ലാം പരാജയപ്പെട്ട്. മോനിവിടെ സ്ഥലത്തുണ്ടെങ്കിൽ ഞാൻ അപ്പോഴേ അവനെ വിളിച്ചും കൊണ്ട് എവിടെയാണോ പോകേണ്ടുന്നത് അപ്പോഴേ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നും പെൻഡിങ് വയ്ക്കാറില്ല. അതുപോലെ തന്നെ എനിക്ക് ഗാനമേള കേൾക്കണമെന്ന് പറഞ്ഞാൽ എന്നെ അവിടെ കൊണ്ടുവന്ന് വിടും. അവൻ വേറെ അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് എന്നെ വന്ന് വിളിച്ചുകൊണ്ട് വരും. നമുക്ക് അങ്ങനെയൊക്കെ പല പ്രയോജനങ്ങളും പുത്രനെ കൊണ്ടുണ്ടായിരുന്നു. പുത്രൻ ഇപ്പോൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്കാണ് പണി കിട്ടിയത്. അന്നേരം അങ്ങനെ എൻ്റെ ഗാനമേള എനിക്ക് നെഞ്ചിടിപ്പിക്കുന്ന
ശബ്ദത്തിലെ ഗാനമേള എല്ലാം കേൾക്കണം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഗാനമേള കേൾക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ല. ഗാനമേള കേൾക്കുന്നത് ഒരാൾക്ക് നെഞ്ചിടിപ്പിക്കുന്ന ഇഷ്ടവും ഒരാൾക്ക് ഇഷ്ടവുമല്ല. അപ്പോഴും പിന്നെ അത് പൊളിഞ്ഞ് ഞാൻ പിന്നെ ഇനി ഇവിടുന്ന് ആശ്രാമം വരെ പോയിട്ട് തിരിച്ച് രാത്രി 9-9:30 അത് നടക്കത്തില്ല. പിന്നെ പ്രശ്നമാണ്, അത് എനിക്ക് പറ്റുന്നില്ല. അത് കാരണം ഞാൻ ഒന്നും പോയില്ല. ഇവിടെ ഇരുന്ന് പാട്ട് കേട്ടാൽ മതി എന്നങ്ങാ പിന്നെ അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ചോറ് വെച്ച് വൈകിട്ട് വന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ട് വന്ന് കുറച്ച് നേരം കിടന്ന് പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി എൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നു. അത് ഒക്കെ ഇന്ന് തീർത്ത് കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ വിചാരിച്ച് ഇപ്പം ഗ്യാസും കിട്ടാനില്ല, വിറകടുപ്പിൽ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്ത് കുറച്ച് ചുള്ളിയൊക്കെ പറക്കിക്കൊണ്ടിട്ട് ഇഷ്ടംപോലെ ഉണങ്ങിയത് കിടക്കുന്നുണ്ട്. അന്നേരം കാണാം ഒരു എണ്ണത്തിനെ കണ്ട്, ഒരു സാധനത്തിനെ ഞാൻ കണ്ടത്. നിങ്ങളുടെ അടുത്തും കൂടെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതങ്ങ് പോയി, അതിൻ്റെ വാട്ടിന് പോയി. അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ച് പിന്നെ അത് കഴിഞ്ഞ് അവിയൽ വെച്ച് ഞാൻ ചിക്കൻ കറി കാണിച്ചു തന്നില്ല എല്ലാവർക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഈസ്റ്റർ. ചിക്കൻ കറിയും കൂട്ടി രാത്രി ചോറ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എൻ്റെ ചാനലിനെ തള്ളിക്കളയാതെ എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഞാനിപ്പോൾ കൂടുതലും ആക്റ്റീവായിട്ടിരിക്കുന്നത് ഫേസ്ബുക്കിലാണ്. കാരണം ഫേസ്ബുക്കിൽ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. വലിയ ഇതൊന്നും റീച്ചൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിഷമവും. ഇത്രയും നാളുകൊണ്ട് വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട് ഒരു സന്തോഷമുണ്ട്. ഈ യൂട്യൂബിൽ ഇതുവരെ ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരെണ്ണമെങ്കിലും റെഡിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ഇത് തുടങ്ങിപ്പോയി, അത് കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമെന്നുള്ള വിചാരത്തിലാണ് ഇത് വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് കൂട്ടുകാരി ഇന്നത്തെ വിശേഷം. എങ്ങും പോയില്ല. എൻ്റെ പുത്രൻ സ്ഥലത്തുണ്ടെങ്കിൽ എനിക്ക് എവിടെ വേണേലും വിളിച്ചുകൊണ്ടങ്ങ് പോവാം. എന്നെ കൊണ്ടാക്കുക, എല്ലാം കാണിക്കുക, എനിക്ക് സമാധാനമാണ്. എനിക്ക് തിരിച്ച് വിളിക്കാൻ വരും, അതാണ് പ്രധാനം. നമ്മളെ ഒരു പരിപാടി കാണാൻ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വിളിക്കാനും വന്നെങ്കിലേ പരിപാടി വിജയിക്കത്തുള്ളൂ. അത് കാരണം എനിക്ക് പകുതി മനസ്സോടുകൂടി പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഗാനമേള കേട്ടില്ല. എനിക്ക് നെഞ്ചിടിപ്പിക്കുന്ന ഗാനമേളയൊക്കെ പിള്ളേരെ യൂത്തന്മാരുടെ സ്വഭാവമാണ്. എനിക്ക് അക്കാര്യത്തിൽ എനിക്കതൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പം ഈ വർഷം ഉത്സവത്തിന് 5-6 പരിപാടികൾ അതൊക്കെ കണ്ടായിരുന്നു തൊട്ടടുത്തൊക്കെ. അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഞാൻ എല്ലാ കൂട്ടുകാരുടെയും വീഡിയോസ് കാണുന്നുണ്ട്. കൂടുതലും ഫേസ്ബുക്കിലോട്ട് ഇപ്പോൾ പോയതിന് കാരണമുണ്ട്. അതിലാണ് മോണിറ്റൈസേഷനൊക്കെ ആയി എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുള്ളത്. ഈ യൂട്യൂബിൽ എനിക്ക് വലിയ പ്രതീക്ഷ പുലർത്തുന്നില്ല. കാരണം ഇതിനകത്ത് ഒന്നും ആവുന്നില്ല. അത് കാരണം എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം തുടങ്ങിപ്പോയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ കൂട്ടുകാരെ കാണാനും എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറയാനുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൊച്ചു കൊച്ചു ചാനലുകളും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കണം. നമ്മുടെ സ്വന്തം കൂട്ടുകാർ തന്നെ നമുക്ക് ലൈക്കൊന്നും തരത്തില്ല, എനിക്കറിയാം പലരും. അതുകൊണ്ടാണ് എൻ്റെ ഇതിനകത്തൊന്നും ഇതുവരെ ഒന്നും റീച്ച് ആവാത്തത്. കാരണം ഇത്രയും കാലമായി, എത്ര നാളായെന്നറിയാമോ? ആ സമയം ഞാൻ ഫേസ്ബുക്കിൽ അന്നേ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയേനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കുള്ളയും ഈസ്റ്റർ ആശംസകൾ എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്. അപ്പോൾ ടാറ്റ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.